കോഴിക്കോട് കായക്കൊടിയിൽ ഭൂചലനം സ്ഥിരീകരിച്ച് ജിയോളജി വകുപ്പ്. ഭൂമിക്കടിയിലുണ്ടായത് ചെറിയ ചലനമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജിയോളജി വകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രദേശത്ത് പഠനം നടത്തും. നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, ഏറെ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി. അത് ഇന്നലെ കൂടുതൽ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നു ഭൂചലനം തന്നെയാണെന്ന്. എത്തരത്തിലുള്ള ഒരു പഠനമാണ് പ്രദേശത്ത് നടക്കുക? ആളുകളെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് വിവരങ്ങൾ? ആശങ്കപ്പെടേണ്ട യാതൊരു വിധത്തിലുമുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് പ്രദേശം സന്ദർശിച്ച ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതായത് ഭൂമിക്കടിയിലുണ്ടായ ഒരു ചെറിയ ചലനമാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു വലിയ ഭൂമികുലുക്കമായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതായി ഇവർ പറയുന്നു. അത്തരത്തിലുള്ള ഒരു പാടുകളോ തെളിവുകളോ ഒന്നും തന്നെ അവിടെ നിന്നും പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയൊരു ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ കാര്യമായ ഒരു ഭൂചലനമോ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെയുള്ള വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഭൂമിക്കടിയിൽ നേരിയ ഒരു ചലനം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്നുള്ളതും ജിയോളജി വകുപ്പ് ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പഠനം നടത്താനുള്ള ഒരു തീരുമാനവും കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 തവണയാണ് ഈ ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായി. അതായത് വെള്ളിയാഴ്ച രാവിലെയും ഇന്നലെ രാത്രിയുമാണ് ഈ തുടർച്ചയായി ഇങ്ങനെ ഒരു കുലുക്കം അനുഭവപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഇത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഘം അവിടെ തന്നെ തുടർന്ന് പഠനം നടത്തുകയാണോ? ഇതിൽ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യമുണ്ടോ? ഇത് എന്ത് സംഭവിച്ചു എന്നാണ് ജിയോളജി വകുപ്പ് അറിയിക്കുന്നത്? നിലവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഈ ഒരു ചലനം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഇതിനുവേണ്ടി മറ്റൊരു വിദഗ്ധ സംഘത്തെ ഇവിടെ നിയമിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സംഘത്തെ ഇവിടെ നിയമിക്കുകയും ചെയ്യുക. ഇവരായിരിക്കും ഇത്തരത്തിലൊരു പഠനം നടത്തുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ജിയോളജി വകുപ്പ് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഒരു ആശങ്കയ്ക്കും ഇവിടെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. നേരിയ ചലനം മാത്രമാണ് ഭൂമിക്കടിയിൽ ഉണ്ടായത്. ഇതിനൊരു ഭൂമി കുലുക്കമായി പറയാൻ സാധിക്കില്ല. പക്ഷേ ഭൂമിക്കടിയിൽ ഒരു ചലനമുണ്ടായി. മറ്റ് കേടുപാടുകളൊന്നും തന്നെ വീടുകൾക്കോ പ്രദേശത്തുള്ള മറ്റ് സാധനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, നന്ദഗോപാൽ.